ആദർശ്, നെന്മാറ 2 ഇരട്ട കൊലപാതക കേസ്. ചെന്താമര എന്നൊരു മനുഷ്യൻ, ഒരു സൈക്കോപാത്ത്, 2 മനുഷ്യരെ വെട്ടിനുറുക്കി കൊന്നുകളഞ്ഞു. ഇതില് പോലീസുകാർ അദ്ദേഹത്തെ അതിനു മുമ്പിട്ട് അദ്ദേഹം ഒരു കൊല ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം ജാമ്യത്തിന് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം വീണ്ടും ഒരു കൊലപാതകം ചെയ്യുമെന്ന ഭീതിയിൽ ആ കുടുംബം പോലീസിനെ ചെന്ന് സമീപിക്കുന്നു. ആ സമയം പോലീസ് അയാളെ വിളിച്ച് താക്കീത് ചെയ്തു വിടുന്നു. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുവെ കണ്ടൊരു കാര്യം, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് വാഴയാണോ ഇരിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ശരിക്കും കേരളത്തിന്റെ ആഭ്യന്തര സംവിധാനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ ആദ്യ കുറച്ചു കാലം മാറ്റിവെച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങൾ ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെയാണ്. കുറേയധികം മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന വിഷയങ്ങളിൽ മാത്രം പോലീസ് വല്ലാതെ ജാഗ്രത കാണിക്കുന്നു. അല്ലാത്ത വിഷയങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ഒന്നും യാതൊരു വിലയും ഈ പോലീസ് സംവിധാനം കാണിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ നെന്മാറയിലെ 2 കൊലപാതകങ്ങൾ. ഒരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നു. അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ അയാൾ സ്വാഭാവികമായി ആ പ്രദേശത്തേക്ക് ചില വിലക്കുകൾ നിയമപരമായി വരുമല്ലോ. അത്തരം വിലക്കുകൾ നിലനിൽക്കുമ്പോൾ തന്നെ അയാൾക്ക് ആ പ്രദേശത്തേക്ക് എത്തുവാൻ കഴിയുന്നു. എത്തുക മാത്രമല്ല, അയാൾക്കെതിരെ ഈ ജാമ്യത്തിലുള്ള സമയത്തും ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ചില നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നുണ്ട്. ആ പരാതിക്ക് യാതൊരു ഗൗരവവും അവിടുത്തെ പോലീസ് സംവിധാനം നൽകുന്നില്ല. അത് മാത്രമല്ല, ആ നാട് മുഴുവൻ ഭീതിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളൊരു അന്ധവിശ്വാസിയാണ്. തീർച്ചയായും ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിമുടി വിശ്വസിക്കുന്ന ഒരാൾ. ആ ഒരാൾ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവരോടെല്ലാം വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ നാട് മുഴുവൻ പേടിയിലാണ്. കാരണം കത്തി വീശുവാണ് ആരെ കണ്ടു കഴിഞ്ഞാലും. അങ്ങനെ ഒരാളെ പോലീസ് ഇങ്ങനെ അഴിച്ചുവിടുന്നത് അവരുടെ തെറ്റല്ലേ? അതെ, ഇതിൽ ഏറെക്കുറെയൊക്കെ ഇദ്ദേഹം ഈ ഒരു ടൈപ്പ് ആണെന്നുള്ള ധാരണ അവിടുത്തെ പോലീസിനുണ്ട് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറാൻ തയ്യാറാകുന്നില്ല. ഇതറിഞ്ഞ CI VIP-കൾക്കുള്ള ഒരു പരിഗണന പോലെ സ്റ്റേഷന് പുറത്തേക്ക് വന്നിട്ടാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഒരു തരത്തിൽ സമീപനത്തിലേക്ക് എത്തിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോകുകയാണെന്നുള്ള ഒരു ഉറപ്പ്. ഈ ഉറപ്പ് വിശ്വാസം അർപ്പിക്കുക എന്താണ് പോലീസ് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണം. ഇവിടെ സമീപകാലത്താണ് ബോബി ചെമ്മണ്ണൂരിനെതിരായ ഹണി റോസിന്റെ പരാതി ഉയർന്നു വന്നത്. ഈ ഹണി റോസിന്റെ പരാതി ഉയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിലാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് ഉണ്ടായ നടപടി നമുക്കറിയാം. അതോടൊപ്പം തന്നെ അന്ന് UDF യുവജന സംഘടനകളുടെ മാർച്ചുമായിട്ട് പീക്കോ ഫിറോസ് ജാമ്യം ലംഘിച്ച് ഗൾഫിൽ പോയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയെ പോലീസ് സമീപിച്ച വേഗതയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ചില കാര്യങ്ങൾ, അതായത് അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മാധ്യമ ശ്രദ്ധ നേടുന്ന എല്ലാ കേസുകളിലും പോലീസ് അങ്ങനെ തന്നെയാണ്. ഇപ്പം ദിലീപിനെ ആണെങ്കിലും അറസ്റ്റ് ചെയ്തു. അങ്ങനെ എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ആളെയാണെങ്കിലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, അതൊരു മാധ്യമ ശ്രദ്ധ കിട്ടുന്ന കേസാണെങ്കിൽ മാത്രം എന്ന രീതിയിലേക്ക് ഒരു PR പോലീസ് എന്ന രീതിയിലേക്ക് പോലീസുകാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പോലീസ് സംവിധാനം തീർച്ചയായിട്ടും ഒരു PR അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ നേടിയിട്ട് ഞങ്ങൾ എന്തൊക്കെയോ ഇവിടെ വലുതായിട്ട് കാട്ടിക്കൂട്ടുന്നു എന്നുള്ള ഒരു ധാരണ മാത്രം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിലോ അവരുടെ സ്വത്ത് സംരക്ഷണത്തിന്റെ കാര്യത്തിലോ യാതൊരു റോളും ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു പോലീസുകാരെ സംബന്ധിച്ച് പോലീസുകാർ ഇപ്പം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഉത്സവ പറമ്പില് ഡാൻസ് കളിക്കുന്ന പയ്യന്മാരെ എടുത്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ അതേ കൂട്ടുള്ള വിഷയങ്ങളാണ് പോലീസുകാർക്ക് ജാഗ്രത. ഇവിടെ പോലീസിനുള്ളിൽ ക്രിമിനലുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. സമീപകാലത്ത് പോലീസ് ഇടപെട്ടിട്ടുള്ള ക്രൈമുകൾ ചെറുതൊന്നുമല്ല. കോട്ടയത്ത് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മാങ്ങാമോഷണം പോലീസ് പ്രതിയാവുന്നത്. അങ്ങനെ ഈ നാട്ടിലെ എല്ലാ തട്ടിപ്പുകളിലും പോലീസ്, എറണാകുളത്താണ് പോലീസുകാരെ മറ്റേ നിശാസന്ധ്യ, അതായത് മറ്റേ ഇത് നടത്തുന്നത് എന്താ, സ്ത്രീകളുമായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഒരു സ്പാ നടത്തിയത് കടവന്ത്രയിലാണ്. അത്തരത്തിൽ പോലീസ് ഈ നാട്ടിൽ എന്ത് അക്രമം ഉണ്ടാകട്ടെ, ഈ നാട്ടിൽ എന്ത് പ്രകൃതി വിരുദ്ധ സംഭവങ്ങൾ ഉണ്ടാകട്ടെ, ഈ നാട്ടിൽ എന്ത് അനീതി ഉണ്ടാകട്ടെ, ഇതിന്റെ എല്ലാം മറ പിടിച്ചൊരു പോലീസുകാരനെ ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, ഈ പോലീസുകാരുണ്ടെന്നുള്ളതിന്റെ
കൃത്യമായിട്ടുള്ള ഇതാണെന്നുള്ളത് നമ്മൾ ആ കളമശ്ശേരിയിൽ കണ്ട കാര്യം. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഈ കൊച്ചി അടക്കം ഏത് സ്ഥലത്ത് നോക്കി കഴിഞ്ഞാലും ഡ്രഗ്സ്, ഇത്രയും ഡ്രഗ്സ് നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകണമെങ്കിൽ അത് കേരള പോലീസിന്റെ സഹായമില്ലാതെ നടക്കും. ഇവിടെ കേരള പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നുള്ളത് ഒരു കാര്യം. ശരിക്കും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ നയിക്കുന്നത് അതിൻ്റെ തലപ്പത്തുള്ള മന്ത്രിയൊന്നുമല്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ടേറെ വകുപ്പുകളുണ്ട്. അതിലൊരു വകുപ്പ് മാത്രമാണ് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് ആരാണെന്ന് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായ കാലങ്ങളിൽ നിന്ന് PV അൻവർ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിയാണ് കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത്. ശശിക്ക് എന്ത് യോഗ്യതയാണ് കേരളത്തിലെ പോലീസിനെ നയിക്കാനുള്ളത്? പാർട്ടി കൈയടക്കി വെച്ചു പോലീസ്. അല്ല, പക്ഷെ അങ്ങനെ പറയുമ്പോഴും കേരളത്തിലെ CPM-ന്റെ പ്രവർത്തകർക്ക് പോലും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ആനി രാജ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസിനുള്ളിൽ സംഘപരിവാറുകാരുണ്ടെന്ന്. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് വത്സൻ തില്ലങ്കേരി പോലീസിന്റെ കോളാമ്പിയിലൂടെയാണ് അവിടുത്തെ ഭക്തർക്ക് നിർദ്ദേശം നൽകുക. അത്തരത്തിൽ സംഘപരിവാറുകാർ ഒട്ടേറെ പോലീസിലുണ്ട്. പോലീസിലുള്ളിൽ ഒട്ടേറെ ഗുണ്ടകളുണ്ട്, അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും പോലീസ് നേരിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് പോലീസിൽ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പോലീസിലുള്ള റാങ്കിലിരിക്കുന്ന ആളുകളുടെ എഡ്യൂക്കേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയർമാരും നല്ല നല്ല ക്വാളിഫിക്കേഷൻ ഒരുപാട് പേരുണ്ട്. അത്രത്തോളം ബുദ്ധിയുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും ഇവരെ ആരെയും യൂസ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ആയിട്ട് മറ്റുള്ള നേതാക്കന്മാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് തിണ്ണമിടുക്ക് കാണിക്കാൻ പാകത്തിന് നിന്നു കൊടുക്കുന്ന പോലീസുകാരെ മാത്രമേ. രാഹുല, ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ പോലീസിനുള്ളിൽ ചില നല്ല ആളുകളുണ്ടെന്ന് പറയുന്ന നിശ്ചിത സത്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ നല്ല ആളുകളെ ഹൈജാക്ക് ചെയ്യുകയാണ് ഈ ചീത്തയായിട്ടുള്ള ആളുകൾ. അവർ ചെയ്യുന്നതൊക്കെയാണ് ശരി, അല്ലെ അവർ ചെയ്യുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടിലോ മറ്റോ ജോലി ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിലെ പോലീസ് സേനയുടെ ഏറ്റവും ഉയർന്ന ആളാണ് ADGP. ADGP പോലും വലിയ തോതിലുള്ള ആരോപണം നേരിട്ടിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഉത്സവങ്ങളിൽ ഒന്നാണല്ലോ തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തെ ഒരു വലിയ വൈകാരികമായി കാണുന്നത് തൃശ്ശൂർക്കാർ മാത്രമല്ല, കേരളത്തിലാകെയുള്ള ലോകത്താകെയുള്ള മലയാളികൾക്ക് അവരുടെ വൈകാരികമായ ഒരു സമീപനം കൂടിയാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരം പോലും അലങ്കോലപ്പെടുത്തുവാൻ കേരളത്തിലെ ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകി എന്നുള്ള വാർത്ത നമ്മെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്. അതൊരു വലിയൊരു അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ അത് കേരള പോലീസ് ഇത്രയും വലിയ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയിട്ട് കേരള പോലീസ് ചുക്കാൻ പിടിക്കുന്നു എന്ന് അറിയുമ്പോൾ സാധാരണപ്പെട്ടവർ എങ്ങനെ വിശ്വസിച്ച് പോലീസിന്റെ അടുത്തേക്ക് പോകും? ADGP എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP എന്ന് പറയുമ്പോൾ കേരളത്തിലെ സർക്കാരിന് അദ്ദേഹം ചെയ്യുന്ന എല്ലാ ചെയ്തികളും സർക്കാരിന്റെ കൂടി അറിവോടെ ആയിരിക്കും, സ്വാഭാവികമായും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ADGP RSS നേതാക്കന്മാരെ, മുതിർന്ന നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതിൽ കോൺഗ്രസിന്റെയോ BJPയോടെയോ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്തല്ല, അത് CPM-ന്റെ. അത് കുറേയും കൂടി ഗൗരവമാണ്. അത് തങ്ങളാണ് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത്, സംഘപരിവാറിന്റെ പ്രഖ്യാപിത ശത്രുക്കൾ തങ്ങളാണ് എന്ന് പറയാറുള്ളവരാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നത്. അതായത് ഇവരുടെ പല സമീപനങ്ങളും പൊള്ളയാണ്. ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് സംവിധാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാളിച്ചയുടെ അങ്ങേയറ്റത്തിലാണ്. സർക്കാരുമായിട്ട് അടുപ്പം വെക്കുന്ന ആളുകളെ പോലീസ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. കഴിവും മാനദണ്ഡമായിട്ടല്ല ഇവിടെ പോലീസുകാർ പല ഉത്തരവാദിത്തങ്ങളിലേക്കും പിൻവാതിൽ നിയമനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെ പോലീസിലേക്ക് തന്നെ പിൻവാതിൽ നിയമനങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാരൻ 1ാം റാങ്കായിരുന്നു പരീക്ഷയില്. അങ്ങനെ എത്രയോ 1ാം റാങ്കാർ ഇപ്പോഴും ഉണ്ട് അതിൽ. അതെ, തീർച്ചയായും പല റാങ്കിലുള്ളവരും ഇപ്പോൾ CPM-ന്റെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇവിടുത്തെ പോലീസ് സേന കുറേ നാളുകളായിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് ഇടപെടലുകളൊന്നും നടത്താൻ കഴിയുന്നില്ല. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകൾ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ ജോലിഭാരം കൊണ്ടും. അതോടൊപ്പം തന്നെ മറുവശത്ത് CPO റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് ജോലി ലഭിക്കാത്ത തെരുവിൽ സമരം ചെയ്യേണ്ടി വന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടു. അതായത് മതിയായ പോലീസ് സേന എണ്ണം ഇന്ന് ഇല്ല. പോലീസ് സംവിധാനത്തിൽ, അതായത് പോലീസ് സ്ഥാനത്തേക്ക് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം ലീവ് എടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് ജോലിയിൽ നിന്നൊന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല. ഫുൾ ഓഫ് ഫ്രസ്ട്രേഷൻ ആണ് അവരുടെ ജീവിതം. അതേസമയം തന്നെ നോക്കുമ്പോൾ PSC റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ആ CPO റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെറുപ്പക്കാർ തെരുവിൽ മുട്ടിലെഴയുന്നത് വരെ നമ്മൾ കണ്ടു. കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിൽ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ തെരുവിലിറങ്ങി. എന്നിട്ടും
പോലീസിലേക്ക് അവരെ എടുക്കുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം ലോകത്തിനാകെ അഭിമാനകരമായിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ പല കുറ്റാന്വേഷണ രീതികളെയും സമീപനങ്ങളെയൊക്കെ വലിയ അഭിമാനവും കൊണ്ടിട്ടുണ്ട്. നമ്മളിലും ഇപ്പം കഴിഞ്ഞ ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തൊക്കെ പോലീസ് സേന വലിയ മികച്ച പോലീസ്, ഒരുപക്ഷെ അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണനിലേക്ക് വരുമ്പോഴും അത്ര കണ്ട് മോശമല്ലാത്ത രീതിയിൽ പോലീസ് സംവിധാനത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആയാലും ഇപ്പം ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ആയാലും കേരളത്തിലെ പോലീസ് സേനയുടെ അഭിമാന സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പോലീസ് സേന അവരുടെ ഇടയിൽ തന്നെ ആത്മഹത്യകൾ ഉണ്ടാകുന്നു. പോലീസുകാർ തമ്മിത്തല്ലുകയാണ്. പോലീസിന്റെ സമ്മേളനങ്ങളിൽ പോലീസുകാർ തമ്മിൽ തല്ലുന്നു, CIയും SIയും തമ്മിൽ തല്ലുന്നു. സമീപകാലത്ത് ബാറിൽ വെച്ച് പോലീസുകാർ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് സ്ഥലകാല ബോധമില്ലാത്ത ക്രിമിനൽ മനോഭാവം മാത്രമുള്ള നക്കാപ്പിച്ച കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കൂട്ടരായി കേരളത്തിലെ പോലീസ് അധംപതിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക.